ഇന്നത്തേത് ഒരു 10 വയസ്സുകാരൻ കുട്ടിയുടെ വാശിക്ക് മുന്നിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ വിഗ്രഹത്തിൽ നിന്നും ഇറങ്ങി വന്ന നിവേദ്യം കഴിച്ച കഥ നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഇതാ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന നമ്പൂതിരിക്ക് ഒരിക്കൽ അടിയന്തരമായി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. ക്ഷേത്രത്തിലെ പൂജ മുടങ്ങാൻ പാടില്ലാത്തതുകൊണ്ട് അദ്ദേഹം തൻ്റെ 10 വയസ്സുകാരനായ മകൻ ഉണ്ണിയെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു. മോനെ, ഞാൻ വരുന്നതുവരെ നീ വേണം ഭഗവാന് പൂജ ചെയ്യാനും നിവേദ്യം സമർപ്പിക്കാനും. കള്ളത്തരമില്ലാതെ വേണം ട്ടോ ചെയ്യാൻ. അച്ഛൻ പറഞ്ഞത് ഉണ്ണി അതേപടി വിശ്വസിച്ചു. വഴിപാടായി വെക്കുന്ന ചോറും പായസവുമൊക്കെ ഭഗവാൻ നേരിട്ട് വന്ന് കഴിക്കുമെന്നാണ് ഉണ്ണി കരുതിയത്. അടുത്ത ദിവസം ഉണ്ണി കുളിച്ച് ഈറനണിഞ്ഞ് ശ്രീകോവിലിനുള്ളിൽ കയറി. ഭഗവാന് മുന്നിൽ നിവേദ്യം വെച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഭഗവാനെ, വന്ന് കഴിച്ചോളൂ. പ്രാർത്ഥന കഴിഞ്ഞ് ഉണ്ണി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചോറ് അവിടെ തന്നെയുണ്ട്. ഭഗവാൻ കഴിച്ചിട്ടില്ല. ഉണ്ണി വീണ്ടും വീണ്ടും ഭഗവാനോട് വന്ന് കഴിക്കാൻ ആവശ്യപ്പെട്ടു. നേരം ഒരുപാടായിട്ടും വിഗ്രഹം അനങ്ങാതെ നിന്നപ്പോൾ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ വരാത്തതെന്നും അച്ഛൻ വന്നാൽ ഭഗവാൻ ഭക്ഷണം കഴിക്കാത്തതിന് തന്നെ വഴക്കു പറയുമെന്നും ഉണ്ണി ഭയന്നു. വിഷമം സഹിക്കാനാവാതെ ഉണ്ണി കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ വീണു. ഭഗവാനെ, അങ്ങ് കഴിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ അടിക്കും. അങ്ങ് വേഗം വന്ന് ഇത് കഴിക്കൂ. കുട്ടിയുടെ നിഷ്കളങ്കമായ ഈ ഭയവും കരച്ചിലും കണ്ട് ഭഗവാന് കൂടുതൽ സമയം വിഗ്രഹമായി നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു കൊച്ചുകുട്ടിയുടെ വേഷത്തിൽ ഗുരുവായൂരപ്പൻ വിഗ്രഹത്തിൽ നിന്നും താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് ഉണ്ണിയുടെ അടുത്തിരുന്ന് ആ നിവേദ്യം മുഴുവൻ സന്തോഷത്തോടെ കഴിച്ചു തീർത്തു. പാത്രം പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട് ഉണ്ണിയും സന്തോഷവാനായി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് പതിവായി. ഉണ്ണി പൂജയ്ക്ക് കയറുമ്പോഴൊക്കെ ഭഗവാൻ വരും. രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കും. ഭഗവാൻ നിവേദ്യം കഴിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ നമ്പൂതിരി തിരിച്ചെത്തി. അദ്ദേഹം ശാന്തി ഏറ്റെടുത്ത് പൂജ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ നിവേദ്യപാത്രം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അദ്ദേഹം ഉണ്ണിയെ ദേഷ്യത്തോടെ വിളിച്ചു. എവിടെടാ നിവേദിച്ച ചോറ്? നീ ഇത് കട്ട് കഴിച്ചതാണോ? ഉണ്ണി ഭയക്കാതെ പറഞ്ഞു. അല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ വിളിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ വന്ന് കഴിച്ചതാണ്. മകൻ കള്ളം പറയുകയാണെന്ന് കരുതിയ അച്ഛൻ അവനെ അടിക്കാനായി കയ്യോങ്ങി. എന്നാൽ ആ നിമിഷം ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരു അശരീരി മുഴങ്ങി. നമ്പൂതിരി, ആ കുട്ടിയെ തല്ലരുത്. അവൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ ഭക്തിയിൽ ആചാരങ്ങളും മന്ത്രങ്ങളും മാത്രമാണ് ഉള്ളത്. എന്നാൽ ഉണ്ണിയുടെ ഭക്തിയിൽ കപടതയില്ലാത്ത സ്നേഹവും വിശ്വാസവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് കഴിച്ചത്. ഇത് കേട്ട് നമ്പൂതിരിയുടെ കയ്യിൽ നിന്നും വടി